ഞാനുള്ളത് ഈ കിഴക്കേക്കോട്ടയിലാണ്. കൃത്യമായി പറഞ്ഞാൽ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് സമീപമാണുള്ളത്. ഇവിടെ പൊങ്കാലയൊക്കെ ഏകദേശം തയ്യാറായി കഴിഞ്ഞു. ഇനി നിവേദിക്കേണ്ട ഒരു കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഭക്തജനങ്ങളെല്ലാം പൊങ്കാല അർപ്പിച്ചതിന് ശേഷം വലിയ തിരക്കൊന്നുമില്ലാതെ ഇവരെല്ലാവരും വിശ്രമിക്കുന്ന സമയമാണ്. നമുക്ക് അവരോട് തന്നെ വിശേഷങ്ങൾ ചോദിക്കാം. എവിടെ നിന്നാണ് വരുന്നത്? പെരുമ്പുഴ. എല്ലാ വർഷവും പെരുമ്പുഴയെന്നാ വരുന്നത്. കുണ്ട്ര പെരുമ്പുഴ. നല്ല ദൂരം ഉണ്ടല്ലോ. അവിടെ നിന്ന് എല്ലാ വർഷവും കാണാൻ? എല്ലാ വർഷവും വരും, വരാറുണ്ട്. പൊങ്കാലയ്ക്ക് എന്തൊക്കെയുണ്ട്? പൊങ്കാലയ്ക്ക് പൊങ്കാല മാത്രമേ ഉള്ളായിരുന്നു. മണ്ടപ്പൂര് അതൊന്നും ഉണ്ടായില്ല. അമ്മൂമ്മ എത്ര വർഷമായി വരാൻ തുടങ്ങി? ഒരു വർഷമായെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ദേവിക്ക് അറിയാവുള്ളൂ. കുഞ്ഞിലെ മുതലേ വരാറുണ്ടോ? എവിടെന്നാ വരുന്നത്? കടക്കല്. കടക്കിൽ നിന്നാണ് വരുന്നത്. ഈ ആറ്റുകാലി പോയോ? ആറ്റുകാലി ഇന്ന് പോയില്ല, തിരക്കായോണ്ട് പോയില്ല. അശ്വതി, ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ ഇവർക്ക് പറയാനുണ്ട്. ഇവിടെ ഏകദേശം പൊങ്കാല നിവേദ്യങ്ങളെല്ലാം തന്നെ തയ്യാറായി കഴിഞ്ഞു. ഇനി നിവേദിക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. 2:15 ഈ പൊങ്കാല നിവേദ്യം ഇവിടെ പൊങ്കാല നിവേദ്യം നടക്കുക. 350ഓളം പൂജാരിമാർ ഈ ഒരു പൊങ്കാല നിവേദിക്കാൻ വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. നമ്മളോടൊപ്പം സാന്ദ്രയുണ്ട്. സാന്ദ്ര, പൊങ്കാല ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർണ്ണമായി ആയിട്ടുണ്ട്. പൊങ്കാല നിവേദ്യങ്ങളൊക്കെ ഏകദേശം പൂർണ്ണമായി തയ്യാറായി കഴിഞ്ഞു. എന്തൊക്കെയാണ് ഇവിടെ കാണുന്ന കാഴ്ചകൾ? നമ്മൾ നേരത്തെ കിഴക്കേക്കോട്ടയിലെ വിശേഷങ്ങളാണ് കണ്ടത്. ഇപ്പോൾ നമ്മൾ പഴവങ്ങാടി ക്ഷേത്ര പരിസരത്താണ്. സത്യം പറഞ്ഞാൽ നേരത്തെ കാലം, അതായത് നമ്മൾ കിഴക്കേക്കോട്ടയിൽ കണ്ട വിശേഷങ്ങളെക്കാട്ട് ഇവിടെ ഒരുപാട് തിരക്കുണ്ട്. അതിനേക്കാളും തിരക്ക് ഈ ഭാഗത്തുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച നമുക്കറിയാം, പൊങ്കാലയൊക്കെ കഴിഞ്ഞു, പൊങ്കാല സമർപ്പിച്ചിട്ടിരിക്കുകയാണ്. ഇനി ഏതാനും ചില മണിക്കൂർ മാത്രമാണ് നിവേദ്യത്തിന് വേണ്ടിയുള്ളത്. അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. ചിലവരൊക്കെ ഭക്ഷണം കഴിക്കാതെ ഇപ്പോഴും വ്രതത്തിലുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാഴ്ചകളുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല തിരക്കുണ്ട് ഇവിടെ. കിഴക്കേക്കോട്ട ഭാഗത്തിനെ കാട്ടിലും നല്ല തിരക്കുണ്ട്. അത് മാത്രമല്ല, കിഴക്കേക്കോട്ട ആ ഭാഗത്തിനെ കാട്ടിലും വെയിലും ഇവിടെ കൂടുതലാണ്. പക്ഷേ ആ വെയിലൊന്നും കണക്കിലെടുക്കാതെ തന്നെയാണ് ഇവിടെ എല്ലാവരും ഇരിക്കുന്നത്. കുഞ്ഞു കുട്ടികൾ മുതലേ വലിയവരും കുറേ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കുറേ പേര് കുടയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. ചിലവർക്ക് അതുപോലും വേണ്ട. ഇനി എന്തായാലും രാവിലെ മുതൽ ഈ സമയം വരെ എല്ലാവരും ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരുന്നു. അവരുടെ പൊങ്കാലയൊക്കെ കഴിഞ്ഞു. ഇനി നിവേദ്യത്തിനുള്ള സമയമാണ്. ആ ഒരു കാത്തിരിപ്പിലാണ് എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. പലരും ഇപ്പോൾ നമ്മളെയൊക്കെ നോക്കുന്നുണ്ട്. അവരുടെ സന്തോഷം നമ്മൾ പകർത്തുന്നതും അവരുടെ കണ്ണിൽ കാണാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ ഈ ക്ഷേത്ര പരിസരത്ത് ആ വിശേഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, തീർച്ചയായും സാന്ദ്ര സൂചിപ്പിച്ചതുപോലെ ഈ വേനൽ ചൂട് അല്പം കടുത്തതാണെങ്കിലും ഈ നമ്മളിപ്പോൾ ഉള്ളത് ഈ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിന് സമീപമാണ്. ഈ ബസ് സ്റ്റാൻഡിന്റെ തണലിലാണ് ഈ പൊങ്കാല അർപ്പിച്ചിട്ട് ഭക്തർ വിശ്രമിക്കുന്നത്. 2:15 ഇന്ന് ഈ പൊങ്കാല നിവേദ്യം നടക്കുക. അതോടെ നമ്മൾ വളരെയധികം സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ കാത്തിരുന്ന പൊങ്കാല നിവേദ്യത്തിന് ഇവിടെ സമാപനമാവുകയാണ്. ഇന്ന് 9ാം ഉത്സവ ദിവസമാണ്. നാളെയാണ് ഈ ഉത്സവം സമാപിക്കുന്നത്. നാളെ രാത്രി കുരുതി തർപ്പണത്തോടെയായി ഈ ഉത്സവം സമാപിക്കുക. ഈ 10 ദിവസം നീണ്ട ഈ ഒരു ആറ്റുകാലിലെ ഈ ഉത്സവ മാമാങ്കം തലസ്ഥാന നഗരിക്ക് തന്നെ വളരെയധികം സന്തോഷം നൽകുന്നതാണ്. ഇവിടെ ഇത്തരത്തിൽ ഈ പൊങ്കാല അർപ്പിക്കുന്നത് തന്നെ സ്വന്തം ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിന് വേണ്ടിയാണ്. സാന്ദ്ര, നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇപ്പോൾ കിഴക്കേക്കോട്ട പരിസരത്താണ് നമ്മൾ ഉള്ളത്. ഇവിടെ ഈ റോഡിലൊക്കെ ഭയങ്കര ചൂടാണ്, വെയിലുണ്ട്, ടാറിൽ നിന്ന് വരുന്ന ചൂടുണ്ട്. പക്ഷെ ഇതൊന്നും വകവയ്ക്കാതെ എല്ലാ അമ്മമാരും എല്ലാ സഹോദരിമാരും വളരെയധികം സന്തോഷത്തോടെ ആത്മാർപ്പണത്തോടെ ഈ പൊങ്കാല അർപ്പിക്കുകയാണ്. നമ്മൾ ഇവിടെ വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ പരസ്പരം കാണാൻ പറ്റില്ലായിരുന്നു. ആ രീതിയിൽ പുകയും അടിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെയിലും അത്രയും ഭീകരമായൊരു അവസ്ഥയായിരുന്നു. പക്ഷേ നമ്മളിവിടെ ഭയങ്കര ചൂടാണെന്നൊക്കെ പറഞ്ഞ് നിന്നപ്പോൾ അതിനെക്കാട്ടിലും ചൂടേറ്റിട്ടാണ് ഇവിടെ ഓരോ നല്ല പ്രായമായ അമ്മമാരൊക്കെ ഇരിക്കുന്നത്. അത് കാണുമ്പോൾ പിന്നെ നമ്മൾ വെയിലാണ് ചൂടാണോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത്രയും വെയിൽ സഹിച്ച് തന്നെയാണ് ഇവിടെ ഓരോരുത്തരും നിൽക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ വെയിലത്തും പുകയുടെ ആ ഒരു രീതിയിലൊക്കെ നിൽക്കുമ്പോഴും ഒരു നല്ലൊരു കാഴ്ചയാണ്. അതായത് നമ്മൾ ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ നമ്മുടെ മതപരമായ കാര്യങ്ങളും വിശ്വാസവും ഒക്കെ ഉണ്ടെങ്കിലും നല്ല കുറേ ഒരു കണ്ണിന് കുളിർമ നൽകുന്ന ഒരുപാട് കാഴ്ചകളുണ്ടല്ലേ. അതിലൊന്നാണ് ഈ നല്ല 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 സെറ്റ് സാരിയും കേരളീയ വേഷത്തിലൊക്കെ എത്തുന്ന ഒരുപാട് അമ്മമാരും പെൺകുട്ടികളൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ അടിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച നമ്മളിവിടെ കാണുന്നുണ്ട്. അങ്ങനെ ഏറ്റവും അനുഗ്രഹീതമായൊരു ആറ്റുകാൽ പൊങ്കാലയാണ് ഇപ്പോൾ ഇവിടെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുന്നത്. ഇനി ഏതാനും ചില മണിക്കൂറുകൾ മാത്രമാണ് ഈ ഒരു നിവേദ്യത്തിനായി ബാക്കിയുള്ളത്. ഇതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ.